അതിൻ്റെ ഉള്ളിലുള്ള സംഖ്യകൾ വെച്ചുള്ള സാധനങ്ങളെ വിൽക്കും. പിന്നെ അതിന് വേണ്ട സഹായങ്ങൾ ഞങ്ങളെ രക്ഷിതാക്കൾ തന്നെ ബോട്ടിൽസും അതൊക്കെ എത്തിച്ചു തന്നു. ഞങ്ങൾ മാങ്ങിയൊക്കെ ഉപ്പിൽ ഒക്കെ ഇട്ട് വെച്ചു. ഇനി കൈതച്ചക്ക ഇതൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതാണ് മാത്സ്. പിന്നെ മലയാളത്തിലെ ഒരു സ്കിറ്റാണ്. മലയാളത്തിലെ മഴ ജലസംരക്ഷണം എന്ന കവിത. അപ്പൊ അതിന്റെ നൃത്താവിഷ്കാരമാണ് എഴുതുന്നത്. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് ഒരു സ്കിറ്റാണ്. അപ്പൊ അതില് വെള്ളത്തെ കുറിച്ചുള്ള ഉപയോഗം, ജലത്തിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഒരു സ്കിറ്റും അതിനോട്. അപ്പൊ UP വിഭാഗത്തിലെ എല്ലാ വിഷയങ്ങളെയും സാധാരണ നമ്മൾ എല്ലാ പഠനോത്സവവും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇത് എന്ന് പറയുന്നത് എഡ്യൂലിസ്റ്റ് ആണ്. നമ്മൾ ആദ്യം വാർത്ത നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇതിന്റെ ആംഗിൾസ്, അവരാണ് വാർത്ത വായിക്കുന്ന ആളുകൾ. അപ്പം ഗുഡ് മോർണിംഗ് കേരള എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങും. അതിന് തുടങ്ങുന്ന സമയത്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള വിവരണം നൽകുന്നു. 21-ാം തീയതി മാതൃഭാഷ ദിനമായതുകൊണ്ട് 5 ക്ലാസ്സുകളായിരുന്നു സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് ഉദ്യോഗസ്ഥരാണ് എല്ലാ കുട്ടികളും. ഇത് പറയാനെന്ന് വെച്ചാൽ പിള്ളേരോട് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് വളരെ ധാരണയാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ള നല്ല പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ട്. പിന്നെ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ ക്ലാസ്സിലേക്ക് ചെന്ന് അവരുമായിട്ട് മക്കള് എന്താ പറയണ്ടേ, ആദ്യം തന്നെ സ്കൂളിൽ തന്നെ ഞാൻ പറയാം. അതായത് തരുണ സ്കൂൾ എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് വരാൻ ഇതുവരെ സാധിച്ചില്ല. പക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു എന്താ പറയാ സാർ, ഇവിടുത്തെ പ്രധാന അധ്യാപകന്റെ ആ ഒരു എഫേർട്ട് തന്നെയായിരിക്കും, മറ്റു അധ്യാപകരുടെ എഫേർട്ട് തന്നെയാണ്. ഇത്രയും നല്ലൊരു പഠനോത്സവം ഇവിടെ ഈ പറഞ്ഞാല് ഇങ്ങനെയും ഒരു സ്കൂൾ ഉണ്ടെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നത്, വയനാട്ടുകാരൻ എന്ന നിലയിലും ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ പറയാനുള്ളത്, കുട്ടികൾ നല്ല ആക്റ്റീവാണ്. നമ്മൾ ആ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ അതിൻ്റെതായ എന്താ പറയാ, നമ്മള് ഏത് വിഷയത്തിന്, അതായത് പഠനോത്സവം അവർ ഏറ്റെടുത്തിട്ടുണ്ട്, ആ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഏത് വിഷയത്തിന് എന്ത് വിഷയത്തിന് നോക്കുമ്പോൾ അവരിങ്ങോട്ട് പറയാണ്. ഇപ്പൊ വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ നമ്മൾ ഏതാ ഐറ്റത്തിന് കൂടുതൽ നമ്മൾ പറയാൻ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, വഞ്ചിപ്പാട്ടിനെ സാർ ഞങ്ങൾ പാടണമെന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അതിന് പിന്നെ നമ്മൾ പാടിക്കുന്നു. കുട്ടികൾ നല്ല ആക്റ്റീവാണ്. അതേപോലെ തന്നെ എല്ലാ വിഷയത്തിനും ഇപ്പൊ ടീച്ചർ അവതരിപ്പിച്ചനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എല്ലാ വിഷയത്തിനും മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ എല്ലാ സബ്ജക്റ്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അതിന് തന്നെ എല്ലാ ടീച്ചർമാരും നല്ല എഫക്റ്റീവായി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ മാതിരി ഇപ്പം ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ് എഡ്യൂസിറ്റി എന്ന് പറഞ്ഞ ചാനല്. അതേപോലെ തന്നെ അതിനൊരു മോട്ടറൊക്കെ ഇട്ടിട്ട് അനുഭവം, അറിവ്, ആവിഷ്കാരം എന്ന രീതിയിലുള്ള ഒരു മോട്ടറൊക്കെ, അതൊക്കെ എന്താ പറയാ, ഇതൊക്കെ മറ്റു സ്കൂളുകാർ എന്താ പറയാ, ഇതൊക്കെ ഒരു മോഡലാക്കേണ്ടതെന്നാണ് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എനിക്കൊരു സജഷനായിട്ട് പറയാനുള്ളത് പറയുന്നത് പ്രാദേശിക ഭാഗ്യം കൊണ്ട് നമ്മളത് തെരഞ്ഞെടുത്ത് പിറ്റേ ദിവസത്തേക്ക് എനിക്ക് മനസ്സിലായത് അത്ര എളുപ്പമുള്ള തെരഞ്ഞെടുപ്പല്ല. അതുകൊണ്ടാണ് നേരത്തെ യോഗം ഇവിടെ വന്നപ്പോൾ ആ പറഞ്ഞുകൊണ്ട് തന്നെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടത്. 2 ദിവസത്തെ ട്രെയിനിങ്ങും 3-ാം ദിവസം ട്രൈ ഔട്ടും അതിന്റെ ഒരു റിപ്പോർട്ട് അവതരണത്തോടു കൂടി ആ ഒരു ടീം പിരിയണം എന്നുള്ളതായിരുന്നു ആദ്യം ആലോചിച്ചത്. ഇപ്പൊ ഞാൻ ആലോചിക്കുക, ശരിക്കും ആ ഒരു ടീം ഞാൻ 1-ാം ക്ലാസ്സിന്റെ സംയുക്ത ഡയറി കണ്ടു. ടീച്ചറുടെ എല്ലാ കുട്ടികളുടെയും ഏകദേശം ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. അതായത് കുട്ടി എഴുതുന്ന ഡയറിയില് ഇന്ന് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ ഉമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി എന്നാണ് കുട്ടി ചുരുക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ അതിന്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ട് എന്തായിരുന്നു അസുഖം. അപ്പൊ കുട്ടി അതിനുള്ള മറുപടി. അപ്പൊ ഞാൻ ആ ഒരു ഫോട്ടോ എടുത്തിട്ട്